നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മല്ലിയില ചട്നി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാമെന്നും ഇത് പിന്നീട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി ഇതിനൊരു പൊടി പ്രീമിക്സ് എങ്ങനെ തയ്യാറാക്കി വെക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരു ചൂടായ കടായിലേക്ക് ഒരല്പം പൊട്ടുകടല അല്ലെങ്കിൽ കടലപ്പരിപ്പ് എന്നൊക്കെ നമ്മൾ പറയും, അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നന്നായി ഇളക്കിയെടുക്കുക. ചട്നി പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വറക്കുമ്പോൾ സാധാരണ വറക്കുന്നതിനേക്കാൾ ഒരല്പം കൂടുതൽ വറക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നു. എരിക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പെല്ലാം ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ അതിനകത്തേക്ക് ഇട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നു. തേങ്ങ ഒരല്പം മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. ആ മല്ലിയില നന്നായി വാടുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മല്ലിയിലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫായി നന്നായിട്ടൊന്ന് ആറാൻ വെക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഞാനിതെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കുക. പൊടിക്കുന്നതിന് മുന്നേ രുചിക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർക്കുക. നനവുള്ള പുളിയാണെങ്കിൽ വറക്കുന്നതിനൊപ്പം ഇട്ട് വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മല്ലിയില ചട്നിപ്പൊടി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. രാവിലത്തെ തിരക്കിന് നമുക്ക് പെട്ടെന്ന് ഈ പൊടിയില ശകലമെടുത്ത് അതിനകത്തൊരല്പം ചൂടുവെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലക്കിയ ശേഷം അല്പം കടുക് വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചികരമായ ചമ്മന്തി രാവിലെ പെട്ടെന്ന് തയ്യാറായി കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.